ഇപ്പൊ കെ.എം. മാണി സാറിനെ നിയമസഭയിലിട്ട് ആക്ഷേപിച്ച്, ചീത്ത വിളിച്ച്, അങ്ങേരെ വഴിയിലിട്ട് തടഞ്ഞ്, മുണ്ടും പൊക്കി ശിവൻകുട്ടി മേളിൽ നിന്നതും ബോധം കെട്ട് കിടന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഈ ഉളുപ്പില്ലാത്തവന്മാർ ഈ മാണി സാറിനെ വഴിയിലിട്ട് തടഞ്ഞ് നമ്മൾ ആഷിഖ് കപൂർ ഉൾപ്പെടെ 500 രൂപ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് ഇതേ മാണി സാറിന് ജെയിം വിളിച്ച് നടന്നു. ഇതേ ജോസ് കെ മാണിക്ക് വേണ്ടി വോട്ടും പിടിച്ച് നടന്നു. ഇതേ ജോസ് കെ മാണി ഇത്രയും തൻ്റെ അച്ഛനെ ഇത്രയും ആക്ഷേപിച്ച ആൾക്കുടെ അതേ പാർട്ടിയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. അത് മുന്നണി രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ അങ്ങനെ ചെയ്തു. ഇപ്പം ഞാൻ പറഞ്ഞത് 2020 എന്ന് പറയുന്ന ഒരു ആശയം കഴിഞ്ഞ 14 വർഷമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. അപ്പൊ അവരുടെ ആശയത്തെ BJP ആണ് സ്വീകരിക്കുന്നത്. ഇന്നും കഴിഞ്ഞ ദിവസവും സാബു സാറിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നാളിതുവരെയും ഒരാളെടുത്തോട്ടും ഒരു കാര്യത്തും പറഞ്ഞ് പോയിട്ടില്ല. കോൺഗ്രസ് ഞങ്ങളെ കൂടെ കൂട്ടാൻ വേണ്ടി ബന്ധപ്പെട്ടിട്ടുണ്ട്, പോയിട്ടില്ല. LDF നമ്മളോട് വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം, ഇപ്രാവശ്യം വന്നില്ല, മുൻപ് വന്നിട്ടുണ്ട്, നമ്മൾ പോയിട്ടില്ല. ഇപ്രാവശ്യം BJP വന്ന സമയത്ത് ഈ രണ്ട് മുന്നണികളും കൂടെ ഒരുമിച്ച്, രണ്ട് പാർട്ടികളോടും കൂടെ ഒരുമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ BJPക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പില്ലാതാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി, അല്ലാതെ കിറ്റക് സാബു 10,000 കോടി ആസ്തിയുള്ള ഒരു മനുഷ്യന് എന്തിനാണ് ഒരു കിഴക്കമ്പലത്ത് ഒരു പഞ്ചായത്ത് ഭരിക്കാൻ ഭ്രാന്തോ?